മന്ത്രി ഗണേശന് സരിതയുമായി ബന്ധമുണ്ടെന്നും അതിൻ്റെ പേരിൽ കുടുംബം തകർന്നു എന്ന് മാത്രമല്ല, സരിതയുടെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ബിജു രാധാകൃഷ്ണൻ്റെ അടികൊണ്ട് മുഖവും പൊട്ടി ചോരയൊലിപ്പിച്ച് നിൽക്കുകയും ചെയ്തു എന്നുള്ളത് നാട്ടിൽ പാട്ടാണ്. എല്ലാവരുടെയും മനസ്സിൽ ആ ചിത്രം വളരെ ഭംഗിയായി ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തങ്ങളെ പറ്റിച്ച് സ്വത്തെല്ലാം തട്ടിയെടുത്തു എന്ന് പറഞ്ഞത് ഇതേ ഗണേശൻ്റെ സഹോദരിയാണ്. ഒരാളെ തൻ്റെ മകൻ എന്ന് പറയുന്നതിൽ നാണക്കേടുണ്ടെന്നും തൻ്റെ ഭാര്യ പറയുന്നത് കൊണ്ട് മാത്രം ഗണേശനെ ഞാൻ മകനായി അംഗീകരിക്കുന്നുവെന്നും ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞതും ഇതേ ഗണേശനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ എന്നല്ല, സ്വന്തം വീട്ടിൽ പോലും കുടുംബത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവനായതുകൊണ്ടാണ് CPM നേതാവായ ശ്രീമതി ടീച്ചർ ഗണേശനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ചത്. ഇതെല്ലാം ഇവർ തന്നെ പറഞ്ഞു പരത്തുകയാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ഉമ്മൻചാണ്ടിയെ ഒറ്റുകൊടുത്തപ്പോൾ ഇതേ CPMന് ഗണേശൻ വലിയവനായി. നാണമില്ലാതെ ഗണേശൻ്റെ വൃത്തികേടിന് മുഴുവൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത CPM സത്യത്തിൽ കേരളത്തെ ഒന്നടങ്കം ചതിക്കുകയായിരുന്നു. അതിൻ്റെ ധൈര്യത്തിലാണ് വീണ്ടും മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ പോലും കുത്തിനോവിക്കാൻ ഗണേശൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൽ ഗണേശന് പണി കിട്ടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന പ്രതിഷേധം അത് കനക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ തിരിച്ചറിഞ്ഞത് എല്ലാവരും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരുന്നു. സരിതയും സോളാറുമായും ബന്ധപ്പെട്ട ഓരോ കേസിലും കുറ്റവിമുക്തനായി തിരിച്ചു വന്ന ഉമ്മൻചാണ്ടിയെ ഓർത്ത്, അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയോർത്ത് കേരളം ഒരു നിമിഷം തലതാഴ്ത്തി നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയെയാണ് ഗണേശൻ മന്ത്രി കഴിഞ്ഞ ദിവസം വീണ്ടും അസഭ്യം പറഞ്ഞത്. അത് നോക്കി നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയാവില്ല. കാരണം ഒരു തവണ ഉമ്മൻചാണ്ടിയെപ്പറ്റി തെറ്റിദ്ധരിപ്പിച്ച് വിട്ടയാളാണ് ഗണേശൻ. ഉമ്മൻചാണ്ടി എന്ന കേരളം കണ്ട ഏറ്റവും കാരുണ്യവാനായ ഒരു മുഖ്യമന്ത്രിയെ ഒരു വൃത്തികെട്ട വിഷയത്തിൽ ബലിയാടാക്കിയ ഗണേശൻ അന്ന് നടത്തിയത് പിണറായിക്ക് വേണ്ടിയുള്ളൊരു മാമാപ്പണിയായതുകൊണ്ട് CPM അതിന് പിന്തുണ നൽകി. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയുകയും എല്ലാ സത്യങ്ങളും പുറത്ത് വരികയും ചെയ്തതോടെ CPMൻ്റെ തന്നെ സാധാരണ പ്രവർത്തകർക്ക് ഗണേശനെ വെറുത്തുപോയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഗണേശൻ ചാരിത്ര പ്രസംഗം നടത്തി രംഗത്ത് വന്നിരിക്കുന്നത്. അതോടുകൂടി ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഈ മന്ത്രി ഗണേശനെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മക്കളായ മറിയ ഉമ്മനും അച്ചു ഉമ്മനും എല്ലാവിധ പിന്തുണയും അവർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വിധവയെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തങ്ങളുടെ ദൗത്യം ഗണേശനെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ്. ആ പ്രതിജ്ഞയാണ് സ്ത്രീകൾ എടുത്തിരിക്കുന്നത്. പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥിയായി ജ്യോതികുമാർ ചാമക്കാല വരും എന്നാണ് പറയുന്നത്. പേടിച്ചുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടം ഗണേശൻ അവിടെ സാധ്യമല്ല. കാരണം ഗണേശൻ്റെ പാർട്ടിക്ക് വേറെ സീറ്റില്ല പോയി മത്സരിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഗണേശൻ തോൽക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചന ലഭിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പെൺമക്കൾ മത്സരിക്കുന്നില്ല എന്നുറപ്പിച്ച സ്ഥിതിക്ക് അവർ പത്തനാപുരത്ത് തന്നെ കാണും. ഗണേശൻ്റെ തോൽവി ഉറപ്പിക്കാൻ തമ്പടിച്ചു നിൽക്കുമെന്നതിൽ സംശയമില്ല. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഗണേശൻ്റെ ഇപ്പോഴത്തെ ഈ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള പരാമർശം. എത്രയോ കാലം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞ് ഗണേശൻ ജയിച്ചു. ഉമ്മൻചാണ്ടി പലവട്ടം ഈ വിഷയത്തിൽ തോറ്റുപോയി. എന്നാൽ ഇനി അങ്ങനെയല്ല. കാര്യം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഗണേശൻ്റെ അവസാന തോൽവിയും തെരഞ്ഞെടുപ്പും ഇതായിരിക്കുമെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്.